സ്വന്തമായി ഒരു ഓൺലൈൻ ബിസിനസ് തുടങ്ങാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഇന്ത്യയിലുടനീളമുള്ള ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളിലേക്ക് നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ എത്തിക്കണം. 2025 ഒരു ഫ്ലിപ്കാർട്ട് സെല്ലർ ആകുന്നത് നിങ്ങൾ വിചാരിക്കുന്നതിലും വളരെ എളുപ്പമാണ്. അതെങ്ങനെയാണ് എന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു വെക്കേണ്ടതുണ്ട്. ഒരു GST നമ്പർ അത്യാവശ്യമാണ്. പാൻ കാർഡ് വേണം, ഒരു ആക്റ്റീവ് ബാങ്ക് അക്കൗണ്ട് വേണം, പിന്നെ നിങ്ങൾക്ക് വിൽക്കാൻ ആഗ്രഹിക്കുന്ന ഉൽപ്പന്നങ്ങൾ. ഈ 4 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഫ്ലിപ്കാർട്ടിൽ അക്കൗണ്ട് തുടങ്ങി സെയിൽ ചെയ്യാവുന്നതാണ്. ഇനി ഫ്ലിപ്കാർട്ട് സെല്ലർ ഹബിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അങ്ങോട്ട് പോകുക, നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇമെയിലും ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുക, ബിസിനസ് വിവരങ്ങൾ നൽകി ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്യുക. വളരെ ലളിതമായിട്ടുള്ള കാര്യമാണ് ഇത്. അക്കൗണ്ട് വെരിഫൈ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഉൽപ്പന്നങ്ങൾ ലിസ്റ്റ് ചെയ്തു തുടങ്ങാം. നല്ല വ്യക്തമായ ഫോട്ടോകളും മികച്ച വിവരണങ്ങളും നൽകാൻ ശ്രദ്ധിക്കുക. ഒരു ഓർഡർ വന്നാൽ പാക്കിങ്ങിനും ഷിപ്പിങ്ങിനും ഫ്ലിപ്കാർട്ട് നിങ്ങളെ സഹായിക്കും. എല്ലാം വളരെ എളുപ്പമാണ്. ഫ്ലിപ്കാർട്ടിലൂടെയുള്ള വിൽപ്പന ഒരു മികച്ച സൈഡ് ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു ഫുൾ ടൈം ബിസിനസ്സോ ആക്കി മാറ്റാവുന്നതാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന്റെ ഓരോ സ്റ്റെപ്പും വിശദമായിട്ട് അറിയാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഒരു പോസ്റ്റ്, വെബ്സൈറ്റിലെ പോസ്റ്റിന്റെ ലിങ്കാണ്. ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. അത് ഫോളോ ചെയ്ത് നിങ്ങൾ മുമ്പോട്ട് പോയി നിങ്ങൾക്ക് നിങ്ങളുടെ ഓൺലൈൻ സ്റ്റോർ ഇന്ന് തന്നെ തുടങ്ങാൻ പറ്റും. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.